അവർക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമിനൊക്കെ വന്നിരുന്നുകൊണ്ട് കണ്ണ് നിറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിലിഷ്ടമല്ല കളിക്കുന്നത്. പ്രത്യേകിച്ചും കളിക്കുന്ന പാടുന്നതിൽ അത്ര വിരോധമില്ല. പാട്ട് അല്ലെങ്കിൽ വീണ, വയലിൻ അതിനൊന്നും വിരോധമില്ല. ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ അവരെന്തോ നമ്മളൊരു ശാസ്ത്രീയ നൃത്തം അവതരിപ്പിക്കുന്നു. പക്ഷെ ഇപ്പം ശാസ്ത്രീയ നൃത്തമല്ല, ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷേ ഇന്നിപ്പോൾ ആവശ്യം പോലെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞമാതിരി, നമ്മൾ എവിടെയോ എഴുതിയിട്ടുണ്ടോ, കാലത്തിനൊത്തൊരു കോലത്തോട് വേഷങ്ങൾ ചേലൊത്ത മട്ടിൽ പരിഷ്കരിച്ചു എന്ന് പറഞ്ഞമാതിരി നമ്മൾ ആവശ്യം പോലെ എന്താ ഡിമാൻഡ് അതുപോലെ നമ്മൾ കുറേശ്ശെ മാറുന്നു. ഇപ്പം ഡ്രസ്സുകൾ തന്നെ കാണുന്നില്ലേ? ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലാമൊക്കെ വരുന്നു. ഒരു മുയൽ ചാടുന്നു, ഒരു പൂ വിരിയുന്നു, പക്ഷി പറക്കുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ഈ കളിക്കുന്ന ആളുടെ അതിൽ നിന്ന് ഫോക്കസ് അങ്ങ് മാറി. പിന്നെ വേറെ നമ്മൾ ആദ്യം കേട്ടനില്ല. ഇപ്പോൾ ലൈറ്റാണ്. ലൈറ്റ് മങ്ങിയിട്ട് ബ്രൈറ്റായിട്ട് വരുമ്പോൾ പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത്. അതൊരു വലിയ പരിഷ്കാരമാണ് ഇപ്പോൾ ഈ പുറം തിരിഞ്ഞ് നിൽക്കുന്നത്. പണ്ടത്തെ ആ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ സമ്മതിക്കില്ല. ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ദി ഓഡിയൻസ് എന്നാണ് പുറം തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പം നമുക്ക്. ഞാനിപ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തിരുവാതിര ഇപ്പം തിരികെ ഫാഷനിൽ വന്നതാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തിരുവാതിരയൊക്കെ ഇതൊക്കെ പഴഞ്ചാൻ ഏർപ്പാടുകൾ എന്ന് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കലോത്സവങ്ങളൊക്കെ വന്ന് അതിലൊക്കെ പ്രൈസ് കിട്ടി തുടങ്ങിയത് പിന്നെ തിരുവാതിര ഒരു വലിയ ഇനമായിട്ട് വന്നിട്ടുണ്ട്, നൃത്ത ഇനമായിട്ട്. അപ്പം അതിന് എപ്പോഴും ഇപ്പം ഞാൻ പഴയ ആളാണ്, എന്നാലും ഈ നമ്മൾ വട്ടത്ത് നിൽക്കുമ്പോഴേ ആദ്യം കാണുന്നത് എന്തോന്നാണ്? നമ്മുടെ മുതുകാണ്. അപ്പോൾ ഈ വലിയ മൈതാനം പോലെ ബ്ലൗസുകൾ ഇങ്ങനെ വെട്ടി മുതുക് മുഴുവൻ ഇങ്ങനെ കാണിക്കുന്നത് ഒരു ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും അതിനെപ്പറ്റി ഒരു ആർഗ്യുമെൻ്റ് തന്നെയാണ് ഇവരെ കൊണ്ട് ഈ ബ്ലൗസ് ഇങ്ങനെ താത്തി വെട്ടാതിരിക്കാനായിട്ട്. പിന്നെ അതിലൊരു കെട്ട് തിരുവാതിരയ്ക്കുള്ളതല്ല, ബ്ലൗസിനൊരു കെട്ട്. തീർച്ചയായിട്ടും. പിന്നെ കൈയൊക്കെ ഒരുപോലെ ഇരിക്കണം. ഒരാൾ പഫ് സ്ലീവ്, ഒരാൾ ഇവിടം വരെ ഷർട്ട് പോലെ, അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ അതിന് ഒരു യൂണിഫോമിറ്റി ഓഫ് ഡ്രസ്സാണ് തിരുവാതിരയ്ക്കൊക്കെ ഭംഗി. പക്ഷെ അതൊന്നും നമ്മൾ പറഞ്ഞാൽ ഇവരൊക്കെ പഴയ ആളുകൾ, ഇവർക്ക് പുരോഗമനമില്ല എന്ന് ക്രിറ്റിസിസം വരും. അത് പറയുമ്പോൾ അമ്മ ധനുമാസത്തിലെ തിരുവാതിരയൊക്കെ കൊട്ടാരത്തിലൊരു വലിയ ഇതായിട്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ ആ പൂജ കഴിക്കും. ഇന്നിപ്പോൾ കളിക്കാനായിട്ട് ആളൊന്നുമില്ല. പണ്ടാണെങ്കിൽ എല്ലാവരും കളിക്കുമായിരുന്നു. എൻ്റെ അമ്മമ്മ തൊട്ട് താഴോട്ട് ഈ സിനിമയൊക്കെ എടുക്കുന്ന ശിവൻ, സന്തോഷ് ശിവൻ, അവരുടെയൊക്കെ അമ്മൂമ്മ ഭവാനിയമ്മ ടീച്ചർ ആയിരുന്നു എൻ്റെ അമ്മയൊക്കെ തിരുവാതിര പഠിപ്പിച്ചിരുന്നത്. എൻ്റെ അമ്മയുടെ തിരുവാതിര ടീച്ചറായിരുന്നു ഭവാനിയമ്മ. അപ്പം ഞങ്ങൾ കുട്ടികളായിരുന്നപ്പം ഭവാനിയമ്മ വരും എല്ലാ തിരുവാതിരയ്ക്കും. അപ്പം ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കും. അപ്പോൾ പറയും, ഇവരൊക്കെ ഡാൻസ് പഠിച്ച് അതുപോലെ മുദ്ര പിടിച്ചാണ് കളിക്കുന്നത്. ഞങ്ങൾക്ക് വഴക്ക് കിട്ടും. അത് ശരിയാണ്. കാരണം നമ്മൾ കുറച്ച് നാൾ ഭരതനാട്യം കളിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡി സ്റ്റിഫ് ആവും. അത് മാത്രമല്ല പിടിക്കുന്നതൊക്കെ ഇങ്ങനെയൊന്നും വരൂല, വരത്തില്ല. അതെ, കറക്റ്റാണ്. പിന്നെ അമ്മ കൊട്ടാരം നർത്തകിമാരെന്ന് ഞങ്ങൾക്കൊക്കെ കേട്ട് കേൾവിയുള്ളൂ. അത് ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും കൊട്ടാരം നർത്തകിമാരൊന്നും എനിക്ക് തങ്കമണി അമ്മ, ഗുരു ഗോപിനാഥിന്റെ വൈഫ്, എനിക്ക് അവരെ മാത്രമേ ഓർമ്മയുള്ളൂ. അത് പഠിപ്പിക്കാൻ വരും അങ്ങനെ തന്നെ. അല്ല, ഷീ യൂസ്ഡ് ടു ഡാൻസ്. പഠിപ്പിക്കാനില്ല, ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ബട്ട് ഷീ യൂസ്ഡ് ടു ഡാൻസ്. ഷീ വാസ് എ വെരി ഗുഡ് ഡാൻസർ. ഓക്കെ. സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒക്കേഷൻസ് വരുമ്പോൾ യു കോൾ ദം ആൻഡ് ദേ ഡു ദി പെർഫോമൻസ്. പിന്നെ ട്രാവൻകോർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ട ലളിതാ പത്മിനി രാഗിണി, അപ്പം അവരൊക്കെ ആ മലയാള രക്തം ഉള്ള, പക്ഷെ അവരൊക്കെ ചെന്നൈയിൽ പോയെങ്കിലും അവർക്ക് പിന്നെ ധനഞ്ജയൻ മാസ്റ്റർ ഇപ്പോഴും കളിക്കുന്നുണ്ട്. ശാന്ത ധനഞ്ജയൻ പിന്നെ ഇപ്പോഴും പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ഐ യൂസ് ടു ആസ്ക് ശാന്ത മാഡം, എന്താ കളിക്കാത്തത്? സുഷീൽസേ, അല്ല, നമുക്ക് സ്ത്രീകളാവുമ്പം അത്രയും ഒരു റൺ കിട്ടൂല. പുരുഷന്മാർക്കാകുമ്പോൾ കുറച്ചുകൂടെ നാൾ കളിക്കാം, സ്ത്രീകളാവുമ്പോഴത്തേക്ക് അത്രയും നാൾ കളിക്കാൻ പറ്റൂല. അമ്മ, വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ തമ്പുരാട്ടിമാരുടെ സൗന്ദര്യ രഹസ്യം. കാരണം നർത്തകിമാരാകുമ്പോൾ ഞങ്ങളുടെ ഓഡിയൻസ് എല്ലാം നർത്തകിമാർ കുട്ടികളായിരിക്കും. അവർക്കൊക്കെ വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. മുടി പണ്ടൊക്കെ ആണെങ്കിൽ അവർ തേച്ച് കുളിച്ചോണ്ടിരുന്നു, വെള്ളിയും ചൊവ്വയും.
അമ്മയൊക്കെ കുഴമ്പ് തേച്ച് എണ്ണ തേച്ച് അങ്ങനെ. നമ്മളിപ്പോൾ എണ്ണ തേക്കുന്നുണ്ട്, വെറും വെളിച്ചെണ്ണ, കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ, അത്രേ ഉള്ളൂ. പണ്ടാണെങ്കിൽ കൊട്ടാരം വൈദ്യനുണ്ടായിരുന്നു. ഈ കൊട്ടാരം വൈദ്യനുള്ളപ്പോൾ ഈ എണ്ണ, നീലി ഭൃങ്കാതി ഇതൊക്കെ ചേർത്ത് എണ്ണ ഉണ്ടാക്കി. ഇപ്പോൾ എണ്ണയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല, നമ്മളിപ്പോൾ മാസ് പ്രൊഡ്യൂസ്ഡാണ്. അപ്പോൾ എനിക്ക് ആയുർവേദ മരുന്നുകൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ വരുന്നതിനെ പറ്റി വലിയ അഭിപ്രായമില്ല. പ്രത്യേകിച്ചും അരിഷ്ടങ്ങളെ പോലത്തെ ഒക്കെ കുപ്പിയിൽ, പ്ലാസ്റ്റിക്കിലാണ് ഇപ്പോൾ എല്ലാവരും വരുന്നത്. പണ്ടൊക്കെ ഗ്ലാസ് കുപ്പിയിലായിരുന്നു. അപ്പോൾ അന്ന് ഈ എണ്ണയൊക്കെ ഇവിടെ ധന്വന്തരി മഠം ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു പരമേശ്വരൻപിള്ള, കുമരകം പരമേശ്വരൻപിള്ളയായിരുന്നു നമ്മുടെ കൊട്ടാരം വൈദ്യൻ. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അപ്പം നമ്മൾ വെറും വെളിച്ചെണ്ണ, കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ, അത് ഞാൻ തേക്കാറുണ്ട് ഇപ്പോഴും. പിന്നെ ഈ മേത്ത് ഒഴിച്ചുകൊണ്ടിരുന്നു, നാൽപ്പാമര വെള്ളം, പിന്നെ പ്രസവ ശുശ്രൂഷ, അതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും കുറേശ്ശെ. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ അറിയുന്ന ആൾക്കാരും കുറവാണ്. അത് ശരിയാണ്. ഇന്നിപ്പോൾ എല്ലാം കമേഴ്ഷ്യലായില്ലേ. ശരിയാണ്. ഒന്നും എൻ്റെ മുഖത്തൊരു ഫൗണ്ടേഷൻ ക്രീം എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ തേച്ചിട്ടില്ല. എന്തെങ്കിലും ഫൗണ്ടേഷൻ ഇടുന്ന സ്റ്റേജ് കയറുമ്പോൾ ഉള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഐ ഡോണ്ട് യൂസ് കോസ്മെറ്റിക്സ് ഓൺ ദ ഫേസ്. ഒരു ശകലം മൂക്കിങ്ങനെ തിളങ്ങുമ്പോൾ ഒരു പൗഡർ, അതിൻ്റെ അപ്പുറത്തൊന്നും നമ്മൾ അങ്ങനെ വലിയ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. അപ്പം അമ്മ പഠിച്ചത് ഭരതനാട്യമാണ്. അപ്പം അമ്മയ്ക്ക് ഭരതനാട്യത്തിനോടുണ്ടായ ഒരു നൃത്തരൂപത്തിനുണ്ടായ താല്പര്യത്തെ പറ്റിയിട്ട്. ഭരതനാട്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിരിയം തൊട്ട് നമ്മുടെ കാലിലെ വിരൽ വരെ ഇറ്റ് ഈസ് എ ഫുൾ ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. അപ്പം അതുകൊണ്ട് അതും ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ഡാൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. മെയിൻ തിങ്സ് നല്ല താളം വേണം. അപ്പം ആദ്യമൊക്കെ നമുക്ക് താളം മാത്രം, മുദ്രയൊന്നും എടുക്കില്ല. ടീച്ചർ 1 2 1 2 പിന്നെ 1 2 1 2 അങ്ങനെ. അപ്പം ആ താളം കുറേ ചവിട്ടിക്കും, അത് കഴിഞ്ഞ് മുദ്രയിലോട്ട് പോകുന്നു. പിന്നെ വേറൊരു കാര്യം, പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പം ഒരു കീർത്തനം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. ഇപ്പം അർത്ഥമൊന്നും അങ്ങനെ നോക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. സാവാമാരുഷ വർണ്ണം സ്വാതിരുന്നാളിൻ്റെ. അപ്പം അതിൽ ഞങ്ങൾ കണ്ടു സാവാമാരുഷ എന്താണ്. ഞാൻ ഭഗവാന്റെ കൂടെ ഇരിക്കുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആള് അപ്പുറത്തുകൂടെ നടക്കുമ്പം അവളുടെ മുഖത്ത് ദേഷ്യമാണ്, എന്നെ നോക്കി ഇങ്ങനെ നോക്കുന്നു. അപ്പം എന്താ അവൾക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു രോഷം? അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ അടുത്തിരിക്കുന്നു, അവൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് ആ അസൂയ കൊണ്ടുള്ള ദേഷ്യമാണ്. അത് കാണിക്കുന്നത് സാവാമാരുഷ എന്നുള്ള ഉഷ, സൂര്യൻ ഉദിക്കുന്നു. അവിടെ ഉഷസ്സല്ല, രോഷമാണ്. രോഷത്തിനെ ഉഷസ്സായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ച് അങ്ങനെ വരുന്നു എന്ന് കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താ ഈ സൂര്യൻ അവിടെ ഉദിക്കുന്നതെന്ന്. അവിടെ അതൊരു. പിന്നെ സ്വാതിരുന്നാളിനെ ഞാൻ കേട്ടിട്ടുണ്ട്, പന്നകേന്ദ്ര ശയന. ഒരു രാത്രിയിൽ ആഹാരം കഴിഞ്ഞ് ആ മുഖപ്പിൽ ഇരുന്നുകൊണ്ട് എഴുതിയതാണ്. പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കീർത്തനം തീർന്നു കഴിഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഭരതനാട്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കലാരൂപത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഒരേ ഭരതനാട്യം മാത്രമല്ല ഏതൊരു ഡാൻസ് കലാരൂപം, പക്ഷെ ഭരതനാട്യത്തിന്റെ ആ ചടുലത എന്ന് പറയുന്നത് നമ്മുടെ ഒരേ സമയം നമ്മുടെ മൈൻഡും കൂടി ഇറ്റ് ഈസ് ഈക്വലി മൈൻഡ് ആൻഡ് ബോഡി ഒന്നിച്ച് വർക്ക് ചെയ്യണം. അതുകൊണ്ട് ഈവൻ ഇന്നത്തെ ഈ സിനിമാറ്റിക് ഡാൻസ് ഒന്നും ഉണ്ടല്ലോ, ഇനി ഒരുപാട് ചാടുന്ന പരിപാടികൾ, അതൊക്കെ ചെയ്യാൻ പോലും ഭരതനാട്യം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നന്നായിട്ട് ചാടാം. അതെ. പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുറച്ചൊക്കെ ഉള്ളിലോട്ട് ഒതുങ്ങിയിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു റോയൽ ഫാമിലിയിലെ സ്ത്രീകൾ കുറച്ച് മുന്നോട്ട് ഇറങ്ങി അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾക്കായാലും ഇപ്പം സോഷ്യൽ പ്രാക്ടീസസിൻ്റെ കാര്യങ്ങൾക്കായാലും ആർട്ടിലേക്കായാലും ഒക്കെ റോയൽ ഫാമിലിയിലെ ലേഡീസ് കുറച്ച് ആ ഒരു ധൈര്യത്തോടെ അവർ മുന്നോട്ട്, ധൈര്യമല്ല അവരാണ് കുറച്ചും കൂടി ആ ഒരു പവറോട് കൂടി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പം അതിനെ പറ്റിയിട്ട് അതാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അന്നൊക്കെ ഇപ്പം അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും അവർ ചെയ്യുന്നത് പലരും നോക്കും. അതെ, നോക്കി അതിനെ അനുകരിക്കുന്നവരുണ്ട്. അതെ, അതിനെ കുറ്റം പറയുന്നവരും കാണുമായിരിക്കും. പക്ഷെ അന്നൊന്നും അത്ര ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കേൾക്കില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കോളേജിൽ ആദ്യം ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് കോമ്പറ്റീഷന് ഞാൻ ചെന്ന് കളിച്ചു, പ്രൈസ് കിട്ടി. അപ്പോൾ അവർ ചോദിച്ചു കോളേജിലേക്ക് കളിക്കാമോ എന്ന്. അപ്പോൾ ഇവിടെ
അന്ന് വിജയരാഘവൻ ടീച്ചറാണ്. ടീച്ചർ ഒന്ന് ചോദിച്ചു പെർമിഷൻ, കൊട്ടാരത്തിലെ കുട്ടിയെ സ്റ്റേജിൽ കോളേജിലേക്ക്. അപ്പോൾ ഒരുപാട് ബോയ്സൊക്കെ ഉള്ള കാലം, പക്ഷെ ബോയ്സൊക്കെ അന്ന് വളരെ അടക്കം ഒതുക്കമുള്ളവർ, ആരും കൂവൊന്നുമില്ല അങ്ങനത്തെ. അന്ന് വിമൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉത്സവമായിരുന്നു. അങ്ങനെ അപ്പോൾ സ്റ്റേജിൽ കളിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അവർ പറഞ്ഞത് കുട്ടിക്ക് കളിക്കാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ആൻഡ് ഷീ വാണ്ട്സ് ടു ഡു ഇറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല, കളിച്ചോളൂ എന്ന്. അത് കഴിഞ്ഞ് ഇവിടെ ഓരോരുത്തർ വന്നു. ഇവിടെ വന്ന എന്നാലും കൊട്ടാരത്തിലെ ഒരു കുട്ടിയെ അങ്ങനെ സ്റ്റേജിലൊക്കെ അഴിച്ചു വിട്ടത് ശരിയാണോ എന്ന് ചോദിക്കാൻ ആൾക്കാർ വന്നു. അപ്പോൾ അമ്മാവനാണെങ്കിൽ ചിത്രകല മഹാരാജാണെങ്കിൽ വളരെ സൗമ്യനാണ്, വളരെ സോഫ്റ്റാണ്. സോ ഹി വുഡ് സ്മൈൽ ആൻഡ് സേ, കുട്ടിക്ക് വിരോധമില്ല, കോളേജിൽ വേണമെന്ന് വെച്ചാൽ പിന്നെ അവർ കളിക്കുന്നതിന് വേറെ ആർക്കും അതിനെപ്പറ്റി ഒരു വിഷമം തോന്നേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വളരെ ഭംഗിയായിട്ട് പിന്നെ ആരും ചോദിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇന്നും വി ആർ ടോക്കിംഗ് അബൌട്ട് 2024, അത് കഴിയാറായി. ഇപ്പോഴും ഉണ്ട് ഈ തിരുവാതിരയ്ക്കും അങ്ങനത്തെ അല്ലെങ്കിൽ കോളേജിലെ ഡാൻസ് പ്രോഗ്രാമിനും ഒക്കെ ഓരോരുത്തർ പറയുന്നത്, തമ്പുരാട്ടി കളിക്കുന്നുണ്ടെങ്കിൽ നീയും പൊക്കോ. ഇന്ന് ഇത്രയും പുരോഗമനം വന്ന കാലഘട്ടത്തിൽ പോലും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. തമ്പുരാട്ടി, ഇപ്പം നൃത്തം നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചത് ദൈവികമായ ഒരു കാര്യമാണ്. നമ്മുടെ ഒരു കുട്ടിയുടെ ഉള്ളിൽ അത് ഈശ്വരദത്തമായിട്ട് കിട്ടിയാൽ മാത്രമേ അവർക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പേരൻസിന് എത്ര അടി കൊടുത്താലും കിട്ടില്ല. അത് കാരണം നമുക്കൊരു ഏറ്റവും ബേസിക് വേണ്ട ഒരു കാര്യം താളബോധമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല. ആർക്ക് വേണമെങ്കിൽ ഓക്കെ ഒരു പാട്ടിട്ടോ ഡാൻസ് കളിച്ചോ, അങ്ങനെ അല്ലല്ലോ താളം. അത് താളം പ്രത്യേകിച്ച് ഒരു ഇടഞ്ഞ താളം എടുക്കണം. ഒരു ചൊല്ലിക്കെട്ടാന്നൊക്കെ പറഞ്ഞാൽ പലതിലും ഞങ്ങളത് ചോദിക്കാറുണ്ട്. ഇപ്പം തതിം ത തതിം ത തതിം തതിം, അപ്പോൾ അവർ ചോദിക്കുന്നത് എത്ര എണ്ണണം എന്ന്. ഈ തതിം തതിം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ എത്ര എണ്ണണം, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളത്. ഇടഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്കത് പറ്റുന്നില്ല. അതുമാതിരി ഇപ്പോൾ ഒരു ശ്രുതി ചേർന്ന് ചെമ്മകുടി ശ്രീനിവാസരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോഴത്തെ ഓരോ കോമ്പറ്റീഷൻസ് എന്ന് പറഞ്ഞാൽ അവർ ടീച്ചറെടുത്ത് പോയി 15 മിനിറ്റത്തേക്ക് പഠിച്ചുകൊണ്ട് വരും. രാഗം, കീർത്തനം, നിരവൽ, സ്വരം 15 മിനിറ്റിനാണ് ക്യാപ്സ്യൂളാക്കി കൊണ്ടുവരും. നമ്മളിപ്പം അവർ പാടിക്കൊണ്ടിരിക്കുന്നു, നിർത്തൂ, ഇനി ശങ്കരാഭരണത്തിൽ 2 സ്വരം പാടുമെന്ന് പറഞ്ഞാൽ തീർന്നു. ഇല്ല. അതുപോലെ ശ്രുതി ചേർക്കാൻ, ഒരു തമ്പുരു ശ്രുതി ചേർക്കാൻ ഇന്ന് എത്ര പേർക്കറിയാം? ശരിയാണ്, തമ്പുരു ഇല്ലല്ലോ. ഇപ്പൊ സ്റ്റേജിൽ ഈ ഇലക്ട്രോണിക് ഇതാണ്, തമ്പുരു എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇല്ല. ശരിയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഒന്നിലോ ദൈവദത്തമായിട്ട് വരണം, ഇല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച് അത് വരുത്താനുള്ള കഴിവ് വേണം. പക്ഷെ ചിലർക്ക് അതില്ല, എന്നിട്ടും അവർ കളിക്കും. അത് ഇറ്റ് ഈസ് റിമാർക്കബിൾ. താളമില്ലാതെ കളിക്കാന്ന് വെച്ചാൽ അതും ഒരു കഴിവാണ്. അങ്ങനെ ഒപ്പിക്കണമെങ്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു വർണ്ണം മുഴുവൻ ഒരാൾ താളമേ ഇല്ല, പക്ഷെ ആ കുട്ടി കളിച്ചു. പിന്നെ ഇന്നൊരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഭീമമായ ഒരു ചെലവാണ്. അപ്പം അതുകൊണ്ട് പലരും പിന്നാക്കം നിൽക്കും. എൻ്റെ വീട്ടിൽ അതിനുള്ള ഒരു ധനസ്ഥിതി ഇല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ എനിക്ക് അയക്കാൻ ഒക്കില്ല. ഡ്രസ്സും ടീച്ചർ കൊടുക്കുന്നതും ഇതെല്ലാം കൂടെ ഒരു വലിയ തുകയാണ്. ഇന്നത്തെ കാലത്ത് അത് വളരെ ശരിയാണ്. അത് ഒരുപാട് പേര് അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ഡ്രസ്സിങ്ങും അതിൻ്റെ അത് തന്നെയാണല്ലോ എൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് കുട്ടികൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോഴത്തെ ഈ പല വേലകളും ഉണ്ടല്ലോ, ചില പൂക്കൾ വീഴുന്നത്, പക്ഷി പറക്കുന്നത്, ഇതൊക്കെ വരുമ്പോൾ ഇറ്റ് ഡിട്രാക്ട്സ് ഫ്രം ദി ഡാൻസേഴ്സ്. ആർട്ടിസ്റ്റിനെ ഒരു ഹൈലൈറ്റ് ചെയ്ത് വരുന്നില്ല. ഇപ്പം LED ബാക്ക്ഗ്രൗണ്ട് ഇതുണ്ട്. ഞങ്ങളൊക്കെ കളിക്കുന്ന കാലത്ത് ഒരു വട്ടം ഉണ്ടായിരുന്നു. ആ വട്ടത്തിൽ പല കളറിലുള്ള പേപ്പർ, ചുമപ്പ്, പച്ച, മഞ്ഞ, ഇങ്ങനെയുള്ള പേപ്പറുകൾ. അപ്പോൾ നമുക്കിപ്പോൾ ചുമന്ന ലൈറ്റ് വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിക്കുമ്പം ഈ ചുമന്ന പേപ്പറിൽ കൂടെ ലൈറ്റ് വരുമ്പോൾ ചുമന്ന ലൈറ്റ് വരും. പിന്നെ നീല ലൈറ്റ് ആണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിരിക്കും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ സൗണ്ട് ആൻഡ് ലൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹി വുഡ് സേ, തമ്പുരാട്ടി ആർക്കെങ്കിലും തെറ്റുന്ന ഭാഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മതി, ഞാൻ 2 കറക്കം കൊടുത്തേക്കാം. ഒന്നും കാണത്തില്ല. ഇതങ്ങ് കറങ്ങുമ്പം അതിൻ്റെ ഇത്. പക്ഷെ ഇപ്പോഴ് ഓരോ കളറിനും ഓരോ ലൈറ്റാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് ബിസിനസ്. വെരി എക്സ്പെൻസീവ്. അതെ.
അപ്പോൾ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പം വലിയ ചിലവുള്ള ഒരു കാര്യമാണ്, വിച്ച് ഇസ് സാഡ് ഇൻ എ വേ, ബിക്കോസ് ഇതെല്ലാവരും എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. That's true. That's true. അപ്പോൾ അത് യു മസ്റ്റ് നോട്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് ദി റീച്ച് ഓഫ് ദി കോമൺ മാൻ. That is true. That is true. പിന്നെ എൻകറേജ്മെൻറ്റ് ഒരുപാടുണ്ട്. ഇന്നിപ്പം ഈവൻ ഈ കോവിഡ് സമയത്ത് തന്നെ എത്ര നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര ഓരോരുത്തർ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പം അത് എൻകറേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. ബിക്കോസ് വ്യൂവർഷിപ്പ് കൂടിയാലല്ലേ ആളുകൾക്ക് ഉത്സാഹമുള്ളൂ കളിക്കാൻ. അത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം എല്ലാത്തിനും രണ്ട് ഭാഗമുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അമ്മ പ്രോത്സാഹനം വളരെ ഇമ്പോർട്ടൻ്റ്. തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വളരാൻ സാധിക്കില്ലല്ലോ. എനിക്കറിയാം ഇപ്പോഴും ആ കളിക്കാനായിട്ടുള്ള ഒരു സന്തോഷം എത്രയാണെന്ന്. ഇപ്പം ആളുകൾ ചോദിക്കും, ഈ വയസ്സുകാലത്ത് കളിക്കുന്ന ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമോ? അവർ കാണാൻ വേണ്ടിയല്ല ഞാൻ കളിക്കുന്നത്, എനിക്ക് എൻ്റെ ഒരു സന്തോഷം. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ കയറി കളിക്കുമ്പോൾ, ഇപ്പം ഞങ്ങളുടെ തിരുവാതിര ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 24 പേരാ. ഒരു വലിയ ഗ്രൂപ്പാണ്, 24 പേര്. 24 പേരിൽ എല്ലാവരും ഇങ്ങനെ എടുക്കുന്ന, ഒരാൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പോയില്ല ഐറ്റം. അതെ. അപ്പോൾ ഈ വലിയ ഗ്രൂപ്പുകൾ വരുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള റിഹേഴ്സലിന് കിട്ടില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടും, എല്ലാവരും കൂടെ വരില്ല ഒന്നിച്ച്. അതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. പക്ഷെ അതൊരു വലിയ സന്തോഷമാണ്, അതിലൊരു വലിയൊരു സൗഹൃദ ബന്ധങ്ങളുമാണത്. അതെ 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 അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഗ്രൂപ്പ് ഇവിടെ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ വിമൻസ് കോളേജ് ഗ്രൂപ്പ്. ഓക്കെ ഓക്കെ. അപ്പോൾ എവിടെ പ്രോഗ്രാം ചെയ്യുന്ന? കോളേജിൽ, ക്ലബിൽ, ഇവിടെ ഞങ്ങൾ കളിക്കും. നമ്മളെ ആരൊക്കെ സമാധാനമായിട്ട് കൂവാതെ കണ്ടുകൊണ്ടിരിക്കും അവരെ മുമ്പിലൊക്കെ നമ്മൾ കളിക്കും. ശരി. കുട്ടികളെല്ലാവരും സന്തോഷമായിട്ട് കളിക്കട്ടെ. യു ആർ എ ടീച്ചർ, അപ്പോൾ ധാരാളം കുട്ടികളെ പഠിപ്പിക്കുക, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ കളിക്കുന്ന പോലെ സന്തോഷമാണ് ഞാൻ പഠിപ്പിച്ച ഒരാൾ കളിക്കുമ്പോൾ. അവരെപ്പറ്റി 2 നല്ല വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും കലാരൂപങ്ങളെ ആരാധിച്ച് അത് പ്രോത്സാഹിപ്പിച്ച് വളർത്തി കൊണ്ടുവരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും എനിക്ക് തമ്പുരാട്ടിയുടെ കൂടെ ഇത്ര സമയം സംസാരിക്കാൻ പറ്റി, കുറച്ച് കൊട്ടാരത്തിലെ വിശേഷങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം കേൾക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ഇത് കേട്ടോണ്ടിരിക്കുന്ന നൃത്തത്തിനോട് താല്പര്യമുള്ള ഓരോ വ്യക്തിക്കും ഇതൊരു വലിയ ഒരു നിധി തന്നെയാണ്. താങ്ക് യു. സന്തോഷം, എനിക്ക് വളരെ സന്തോഷമുണ്ട് കൃഷ്ണ സജിത്തിൻ്റെ ഈ ചാനലിൽ 2 വാക്ക് സംസാരിക്കാൻ സാധിച്ചത്. നൃത്തത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ കുട്ടിക്ക് എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഗുഡ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.